അപ്പൊ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കല്ലേ. എനിക്കറിയാം 2 ഫോണുകളാണ് പ്രശ്നം. അതായത് മെയ് മാസം ലാസ്റ്റ് ഇറങ്ങിയ ഐക്യു നിയോ 10, അതുപോലെ തന്നെ ഈ ജൂലൈ മാസം ഫസ്റ്റിൽ സെയിൽ തുടങ്ങുന്ന പോക്കോ F7. ഈ 2 ഫോണുകളിൽ ഏത് ഫോൺ വാങ്ങുമെന്ന ഭയങ്കരമായ സംശയം. ഇതല്ലേ പ്രശ്നം. അപ്പൊ നമുക്ക് ഏതാണെങ്കിലും ഈ 2 ഫോണുകൾ തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസണും നമുക്ക് നോക്കാം ഏതാണ് ബെറ്റർ ചോയ്സ് എന്ന്. അപ്പൊ നമുക്ക് ഐക്യു നിയോ 10 എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ അതിൽ കാര്യമായിട്ട് അതിന്റെ മെയിൻ ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 എന്ന് പറയുന്ന ചിപ്സെറ്റ്. ഈ ചിപ്സെറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് ഈ ഫോണിലൂടെയാണ്. പിന്നെ നല്ല ഹ്യൂജ് കപ്പാസിറ്റി ബാറ്ററിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് ഈ 2 ഫോണുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കോമൺ ആയിട്ട് ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഇതിൽ ആദ്യമായിട്ടാണ് 7000 mAh ബാറ്ററി ഒക്കെ ഉള്ള ഒരു ഫോൺ വരുന്നത്. അതിന്റെ പുറത്ത് ഐക്യു സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ചിപ്സെറ്റ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്ന് പറയുന്ന നമ്മുടെ നേരത്തെ ഐക്യു നിയോ 9 പ്രോയിൽ വന്ന ചിപ്സെറ്റാണ് ഇപ്പൊ ഈ ഐക്യു നിയോ 10 കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫോമൻസിനും ഗെയിമിങ്ങിനൊക്കെ വേണ്ടി വളരെ നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് എന്നർത്ഥം. അപ്പൊ ഈ പോക്കോ F7 എന്ന് പറയുന്ന ഫോൺ ഇറങ്ങുന്നത് വരെ ആർക്കും ഒരു സംശയമില്ല, ഒരു ആശങ്കയില്ല. ഐക്യു നിയോ 10 അടിപൊളി ഫോണാണ്, സൂപ്പറാണ്. പക്ഷെ അധികം ആയുസ് ഉണ്ടായില്ല. പോക്കോ അങ്ങോട്ട് ഉറക്കി കിടത്തി കളഞ്ഞു. കാരണം അതേ സെയിം ചിപ്സെറ്റില് അതിനേക്കാളും ഹ്യൂജ് ബാറ്ററി കപ്പാസിറ്റി 7550 mAh ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് പോക്കോ F7 എന്ന് പറയുന്ന ഒരു കിഡിലൻ സാധനം അതിനേക്കാളും പ്രൈസ് കുറച്ചങ്ങോട്ട് വന്നു. അപ്പൊ ഐക്യു മെയിൻ ആയിട്ട് കൊണ്ടുവന്ന 2 ഫാക്ടറും ഇവിടെ ഏകദേശം പോക്കോ സെറ്റാക്കി കളഞ്ഞു. പിന്നെ ഇതിന്റെ പുറത്ത് ഐക്യുവിൽ വന്ന LPDDR5X റാം, അതുപോലെ തന്നെ UFS 4.1 സ്റ്റോറേജ്, അതൊക്കെ ഇവിടെ പോക്കോയിലും വരുന്നുണ്ട്. മാത്രമല്ല ഐക്യുവിൽ UFS 4.1 കിട്ടണമെങ്കിൽ 256 GB പോകണം. എന്നാൽ ഇവിടെ പോക്കോ ആകെ 2 വേരിയന്റ് ആണ് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വേരിയന്റ് 12 GB പ്ലസ് 256 GB ആണ്. അപ്പൊ ഇതിൽ UFS 4.1 വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ വീണ്ടും പോക്കോയ്ക്ക് ഒരു കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് പോകാനുള്ള ഒരു വകുപ്പാണ് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പോക്കോയുടെ ആ റേഞ്ചാണ്. അതായത് മറ്റു കമ്പനികൾക്ക് ഒരിക്കലും പോക്കോയുടെ മുട്ടി നിൽക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസും എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കുത്തി നിറച്ച് തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് കുറെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഞാൻ ഏതാണെങ്കിലും ഈ ഒരു വിഷയം നേരത്തെ ഐക്യു നിയോ 10R പോക്കോയുടെ 1-2 ഫോണുകളുമായി കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞതാണ് പോക്കോയുടെ ഈ ഒരു സെറ്റപ്പ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പോക്കോ തരുന്ന അതിലുള്ള ഫീച്ചേഴ്സും പെർഫോമൻസും അതിന് ഒന്നും പറയാനില്ല. നമുക്ക് അത്രയും സൂപ്പർ ആയിട്ടാണ് തരുന്നത്. അപ്പൊ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഏതായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ ആ സെക്ഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ 2 ഫോണുകളുടെയും ബിൽഡ് ആൻഡ് ഡിസൈൻ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഐക്യു നിയോ 10 എടുക്കുമ്പോൾ ഫോൺ മൊത്തത്തിൽ പ്ലാസ്റ്റിക് മെയ്ഡ് ആണ്. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ വെയിറ്റ് ആൻഡ് തിക്നെസ് നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. 206 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. അതായത് 7000 mAh ബാറ്ററിയോട് കൂടെ. മാത്രമല്ല 8.09 mm, അതായത് 8.1 mm എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയേ തിക്നെസ്സും വരുന്നുള്ളൂ. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ബോഡിയിൽ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ബോഡി ഡ്യൂറബിലിറ്റി കുറച്ച് കുറവായിരിക്കും. എന്നിരുന്നാലും മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല വെയിറ്റും തിക്നെസ് ഒക്കെ ബാലൻസ് ചെയ്ത് ശരിക്കും അത്രയും ഹ്യൂജ് കപ്പാസിറ്റി ബാറ്ററി ഒക്കെ തന്നിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഗുഡ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ പോക്കോയിലേക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ പോക്കോയുടെ ഫോൺ വന്നതോടു കൂടിയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിഞ്ഞത്. അതായത് പോക്കോ ഫോണിന്റെ മെയിൻ ഫ്രെയിം വരുന്നത്, അതായത് മിഡിൽ ഫ്രെയിം മെറ്റലാണ് വരുന്നത്. വളരെ നല്ല കാര്യമാണ്. ഫോണിന്റെ ഡ്യൂറബിലിറ്റി ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു മിഡിൽ ഫ്രെയിം മെറ്റലാവുക എന്നുള്ളതാണ്. അതായത് ഏകദേശം 60 കിലോ വഹിക്കാനാകുമെന്നൊക്കെ കമ്പനി പറയുന്നുണ്ട്. അത്രയും നല്ല ഒരു മെറ്റൽ പാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും ഓക്കെ, മെറ്റൽ ഫ്രെയിം തന്നല്ലോ, വളരെ നല്ല കാര്യം. പിന്നെ വെയിറ്റ് ആൻഡ് തിക്നെസ്സിലേക്ക് പോകുമ്പോൾ പോക്കോ പരാജയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 7.98 mm തിക്നെസ്സിൽ വന്ന ഫോണിന്റെ വെയിറ്റ് 222 ഗ്രാമാണ്. ശരിക്കും ഹെവി ആയി പോയി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്നും പറയാല്ല. പിന്നെ മൊത്തത്തിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ മേഖല നോക്കുകയാണെങ്കിൽ പോക്കോ മുന്നിലാണെന്ന് പറയേണ്ടി വരും. കാരണം IP റേറ്റിംഗ് ഒക്കെ IP66, 68, 69 റേറ്റിംഗോട് കൂടിയാണ് പോക്കോ F7 എന്ന് പറയുന്ന ഈ ഒരു യമണ്ടൻ ഫോൺ വരുന്നത്. അപ്പോൾ അതിന്റെ കളേഴ്സ് വരുന്നത് ഒരു ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ്, ഒരു സിൽവർ എന്നിങ്ങനെ 3 കളേഴ്സിലാണ്. ഐക്യുവിലേക്ക് നോക്കുമ്പോൾ IP65 ആണ് വരുന്നത്. പിന്നെ കളേഴ്സ് 2 കളേഴ്സാണ്. ഒരു റെഡ് ഓറഞ്ച് ആണോ എന്ന് സംശയിക്കപ്പെടുന്ന ആ ഒരു കളർ, അതിലൊരു വൈറ്റ് ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ആ ഒരു കളർ, പിന്നെ ഒരു ടൈറ്റാനിയം കളറിലാണ് വരുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ബിൽഡ് ആൻഡ് ഡിസൈൻ മേഖലയെ കുറിച്ച് പറയാനുള്ളത്. 2 ഫോണും 2 രൂപത്തിലാണുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള, എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഹാൻഡി ആയിട്ടുള്ള ഫോണാണോ വേണ്ടത്, നിങ്ങൾക്ക് ഐക്യു എടുക്കാം.
അല്ല നിങ്ങൾ ഭയങ്കര സേഫ്റ്റി പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ മെറ്റൽ ഫ്രെയിമും IP റേറ്റിംഗ് കൂടിയതുമായ പോക്കോ F7 നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഐക്യു നിയോ 10 എന്ന ഫോൺ എടുക്കുമ്പോൾ നമുക്ക് 6.78 ഇഞ്ചാണ് സൈസ് വരുന്നത്. അതായത് വലിയ കൂടുതലുള്ള അല്ല, എന്നാൽ കുറഞ്ഞതും അല്ല, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അതായത് ഐക്യു നിയോ 10R സെയിം ഡിസ്പ്ലേ ആണ് വന്നതെന്നാണ്, സെയിം സൈസാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതാണെങ്കിലും പിന്നെ 1.5K റെസൊല്യൂഷൻ, അതുപോലെ തന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്ന എമോൾഡ് ഡിസ്പ്ലേ ആണ് ഐക്യു നിയോ 10 വരുന്നത്. എന്നാൽ പോക്കോ F7 പോകുമ്പോൾ നമുക്ക് ഒരല്പം വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി വലിയ വീതിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.83 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. മാത്രമല്ല എമോൾഡ് ഡിസ്പ്ലേ അല്ല, POLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 7i ആണ് പോക്കോ F7. ഐക്യൂലേക്ക് പോകുമ്പോൾ നമുക്ക് ഐക്യൂവുമായി ബന്ധപ്പെട്ട സോഴ്സിലൊന്നും ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റു പലയിടത്തും സ്കോട്ട് സെൻസേഷന്റെ ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ഇത് രണ്ടിലും ഏറ്റവും പ്രൊട്ടക്റ്റീവായ ഗ്ലാസ് ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സ്കോട്ട് സെൻസേഷന്റെ ഏതൊക്കെ ടൈപ്പ് ഗ്ലാസുകൾ ഉണ്ട്, ഏതാണ് കൂടിയത് കുറഞ്ഞ ഒന്നും നമുക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. ഏതാണെങ്കിലും അറിവ് വെച്ചിട്ട് നമുക്ക് പോക്കോ F7 ഗൊറില്ല ഗ്ലാസ് 7i തന്നെ ആയിരിക്കും കൂടിയതെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പോക്കോയുടെ ഫോണിൽ നമുക്ക് 2160 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ്, അതുപോലെ തന്നെ പിന്നെ 3800 സംതിങ് PWM ഡിമ്മിങ്ങും, അതുപോലെ 3200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഐക്യൂലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒരല്പം കൂടുതലുള്ളതായിട്ടാണ് കാണുന്നത്. അതായത് 3000 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗും, അതുപോലെ 4300 സംതിങ് ആണ് PWM ഡിമ്മിങ് വരുന്നത്. 5500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പീക്ക് ബ്രൈറ്റ്നസിന്റെ ഈ മെഷർമെന്റിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പല കമ്പനികളും പല രൂപത്തിലുള്ള റേറ്റിംഗ് പറയുന്നു, പക്ഷെ വിസിബിലിറ്റിയിലൊന്നും വലിയ വ്യത്യാസമുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഏതാണെങ്കിലും കണക്കുകൾ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൈസും, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ്, അതുപോലെ തന്നെ PWM ഡിമ്മിങ്, പീക്ക് ബ്രൈറ്റ്നസ് ഇതൊക്കെ കൂടുതലുള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്യു സെലക്ട് ചെയ്യാം. അല്ല, നിങ്ങൾ ഡിസ്പ്ലേ സൈസ് ഒന്നും കൂടി വലിയ വീതിയും വലിപ്പമൊക്കെയുള്ള ഡിസ്പ്ലേ സൈസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോക്കോ F7 ഡിസ്പ്ലേയും എടുക്കാൻ പറ്റും. രണ്ട് ഡിസ്പ്ലേയിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്, ഓപ്റ്റിക്കലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പെർഫോമൻസിന്റെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഫോണിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ Qualcomm Snapdragon 8s Gen 4 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വന്നിട്ടുള്ളത്. മാത്രമല്ല LPDDR5X RAM, UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഐക്യൂന്റെ ഫോണിൽ അവർ LPDDR5X Ultra എന്ന് പറഞ്ഞുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അത് അവരെ വകയായിട്ട് കൂട്ടിയതാണ്. LPDDR5X Ultra എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഇല്ല. ഇനി അവര് എന്തെങ്കിലും ഐക്യു എന്ന് പറയുന്ന കമ്പനി എന്തെങ്കിലും ചെറിയ ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്തിട്ട് അൾട്ര എന്ന് പേരിട്ടായിരിക്കും. പല ചിപ്സെറ്റും പല ഫോണുകളിലും വരുമ്പോൾ അങ്ങനെ അൾട്ര പ്രീമിയം പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് വരലുണ്ട്, അങ്ങനെ ചെയ്തായിരിക്കും. ഏതാണെങ്കിലും ടോട്ടലി പറയുകയാണെങ്കിൽ രണ്ട് ഫോണിലും LPDDR5X റാമും UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത്. മാത്രമല്ല ഐക്യൂന് 8GB പ്ലസ് 128GB വരുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട്. നേരത്തെ ഐക്യു നിയോ 10R പറഞ്ഞ പോലെ തന്നെ ആ ഒരു വേരിയന്റിൽ UFS 3.1 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് എടുക്കാതിരിക്കുക. നിങ്ങൾ ഐക്യു നിയോ 10 എന്ന് പറയുന്ന ഫോൺ എടുക്കുകയാണെങ്കിൽ മിനിമം 256GB എങ്കിലും എടുക്കുക എന്നേ പറയാനുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് UFS 4.1 സ്റ്റോറേജ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്, രണ്ട് ഫോണിലുമുണ്ട്. ഐക്യൂല് 7000 mm² വരുന്നുണ്ട് സൈസ്, അതുപോലെ തന്നെ പോക്കോയിൽ 6000 mm² സൈസ് വരുന്നുണ്ട്. രണ്ട് ഫോണിലും അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ എന്നല്ല, മൊത്തത്തിൽ ഐക്യു ഫോൺസും പോക്കോ ഫോൺസും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹീറ്റിംഗ് മാനേജ്മെന്റ് ഒക്കെ ഐക്യൂൽ ഒന്നും കൂടി വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫോണിന്റെ അവസ്ഥ എനിക്ക് അറിയില്ല. ഇതിൽ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ആന്റിറ്റ്യൂ സ്കോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എബൌട്ട് 2 മില്യൺ ആണ് രണ്ട് കമ്പനിയും അവകാശപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഏതാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇനി ക്യാമറയുടെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ രണ്ട് ഫോണുകളും ക്യാമറയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാമറ ഫോട്ടോഗ്രാഫി കാര്യങ്ങൾക്കൊക്കെയാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ ഈ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഏതാണെങ്കിലും രണ്ട് ഫോണിലും 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും, ഫ്രണ്ട് ക്യാമറയിൽ ഐക്യൂല് 32 മെഗാ പിക്സലാണ് വരുന്നത്, പോക്കോയിൽ 20 മെഗാ പിക്സലാണ് വരുന്നത്. ഇങ്ങനെയാണ് ക്യാമറയിൽ വരുന്ന സെൻസർ. ഇതിൽ തന്നെ പോക്കോയിൽ വന്ന സെൻസർ കറക്റ്റ് പോക്കോയുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോണിയുടെ IMX882 എന്ന് പറയുന്ന സെൻസറാണ് എന്നുള്ളത്. നേരത്തെ ഒരുപാട് ഫോണുകളിൽ വന്നതാണ്, വില കുറഞ്ഞ ഫോണുകളിലും വന്നിട്ടുണ്ട്. അതായത് അത്ര വലിയ ടോപ്പ് സെൻസറേ അല്ല. ഐക്യൂയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഐക്യുമായി ബന്ധപ്പെട്ട സോഴ്സിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അത് തന്നെ ആവാനാണ് സാധ്യത.
അത് പറയാതിരിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഐക്യു നിയോ 10R ഈ സെയിം സെൻസർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വന്നിരുന്ന ഫോണാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന ഫോണിലും 35,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഫോണിലും ഒരേ സെൻസർ ഉപയോഗിച്ച് എന്നുള്ള മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും അവരുടെ സൈറ്റിലൊന്നും ഏതാണ് സെൻസർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. 50 മെഗാ പിക്സലിന്റെ OS പോർട്രേറ്റ് സെൻസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണെങ്കിലും സെയിം സെൻസർ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ അൾട്രാ വൈഡിന്റെ 8 മെഗാ പിക്സൽ രണ്ട് ഫോണിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഐക്യൂല് 32 മെഗാ പിക്സലിന്റെ സെൻസർ വന്നിട്ടുണ്ട്. പോക്കോയിൽ നമുക്ക് 20 മെഗാ പിക്സലാണ് വന്നിട്ടുള്ളത്. ഇനി രണ്ട് ഫോണിലും എടുക്കാൻ പറ്റുന്ന വീഡിയോ കേപ്പബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറയിൽ രണ്ട് ഫോണിലും 4K 60 FPS എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകുമ്പോൾ ഐക്യൂല് നമുക്ക് 4K വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോക്കോയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഫ്രെയിം റേറ്റ് 1080p at 60 FPS ആണ്. അപ്പോൾ ഏതാണെങ്കിലും ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുമ്പോൾ ഐക്യു കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോണിനെയും നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറയ്ക്ക് വേണ്ടി വന്ന ഫോണുകളല്ല. എന്നിരുന്നാലും നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുക ഐക്യൂവിൽ തന്നെയാണ്. അതിനിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും ഒക്കെ ഐക്യൂവിൽ നമ്മുടെ വിവോയുടെ ആ ഒരു ഇമേജ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് റിസൾട്ട് ഒന്നും കൂടി നന്നാവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും ക്യാമറയിൽ ഐക്യു തന്നെയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ ഐക്യു ഫോണിനെ പറ്റിയുള്ള ചെറിയൊരു പരാതി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് വാങ്ങുമ്പോൾ ക്യാമറ അടിപൊളിയാണെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ക്യാമറയിൽ മങ്ങൽ വരുന്നു, പുക നിറയുന്നു, ക്വാളിറ്റി കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികൾ. അപ്പോൾ നമുക്കറിയില്ല സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഏതാണെങ്കിലും അങ്ങനെയുള്ളൊരു സംഭവം കൂടി ഇതിലുണ്ട് എന്ന് നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ക്യാമറയുടെ കാര്യം പറയാനുള്ളത്. ഇനി നമ്മൾ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഫോണിലും നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂജ് കപ്പാസിറ്റിയാണ് തന്നിട്ടുള്ളത്. മാത്രമല്ല മുന്നിൽ നിൽക്കുന്നത് പോക്കോ ആണ്. പോക്കോ F7 നമുക്ക് 7550 mAh ആണ് വരുന്നത്. ഐക്യു നിയോ 10 നമുക്ക് 7000 mAh ആണ് വരുന്നത്. ഏതാണെങ്കിലും രണ്ട് ഫോണിലും നന്നായിട്ട് ബാറ്ററി കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ഇനി ചാർജിങ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഐക്യൂല് നമുക്ക് 120 വാട്ട്സിന്റെ ഒരു ഫ്ലാഷ് ചാർജറാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല PD ചാർജറാണ്, ടൈപ്പ് C to C കേബിളാണ് വന്നിട്ടുള്ളത്. പോക്കോയിലേക്ക് പോകുമ്പോൾ നമുക്ക് 120 വാട്ട്സ് ഇല്ലെങ്കിലും 90 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജർ ഇവിടെയും തന്നിട്ടുണ്ട്. പിന്നെ PD ചാർജർ അല്ല, നമുക്ക് ടൈപ്പ് A to C കേബിളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് കമ്പനികളും ബോക്സിൽ ചാർജർ തന്നിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണ്. പിന്നെ രണ്ട് ഫോണിന്റെയും ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിലും ഐക്യു 100% ചാർജ് ആകാൻ വെറും 36 മിനിറ്റ് എടുക്കുള്ളൂ. മാത്രമല്ല 19 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ആക്കാനും പറ്റും. പോക്കോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ ചാർജ് ആകാൻ 1 മണിക്കൂർ എടുക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. മാത്രമല്ല 26 മിനിറ്റ് കൊണ്ടാണ് 50% ചാർജ് ആക്കാൻ പറ്റുക. അപ്പോൾ ഈ ടൈമിങ്ങിലുള്ള വ്യത്യാസം വരാൻ കാരണം ഒന്ന് നമ്മുടെ രണ്ട് ഫോണിന്റെയും ബാറ്ററി കപ്പാസിറ്റി 550 mAh ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്ന് 7000 ആണ്, മറ്റേത് 7550 ആണ്. രണ്ടാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞ ചാർജറിന്റെ വ്യത്യാസം, ഒന്നിൽ 120 വാട്ട്സ് ആണ്, ഒന്നിൽ 90 വാട്ട്സ് ആണ്. അപ്പോൾ ഈ വ്യത്യാസമാണ് ഈ ടൈമിലുള്ള വ്യത്യാസം വരാനും കാരണം. അപ്പോൾ ഏതാണെങ്കിലും രണ്ട് കമ്പനിയും അത്യാവശ്യം നല്ല ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഐക്യു ആണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ പോക്കോയിൽ വേറൊരു ഫീച്ചർ ഉണ്ട്, അതായത് 22.5 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ് പോക്കോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബാറ്ററി ആൻഡ് ചാർജിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഫണ്ടച്ചോയ്സ് 15 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 നമ്മുടെ ഐക്യു നിയോ 10 വരുന്നത്. നേരെ മറിച്ച് പോക്കോ F7 പോകുകയാണെങ്കിൽ നമുക്ക് HyperOS 2 ആണ്, ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 തന്നെയാണ്. ഇനി HyperOSും ഫണ്ടച്ചോയ്സും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് HyperOS ആണ് ഫണ്ടച്ചോയ്സിനേക്കാളും കുറച്ച് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഞാൻ ഐക്യു നിയോ 10R വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞിരുന്നു. അത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല ഒന്ന് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ കുറച്ചധികം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സുമാണ് ഐക്യു പ്രോമിസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് പോക്കോ F7 പോകുമ്പോൾ നമുക്ക് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പോക്കോയും പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുന്നിൽ നിൽക്കുന്നത് പോക്കോ തന്നെയാണ്. ഇനി AI ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് രണ്ട് ഫോണിലും വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച്, AI നോട്ട് അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ AI എന്നുള്ളത് ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പുതുതായിട്ട് വരുന്ന ഫീച്ചേഴ്സൊക്കെ പുതിയ ഫോണുകളിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ കമ്പനി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ പേരിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫോണുകളിലും ഒരുപക്ഷെ സെയിം ഫീച്ചേഴ്സ് ഉണ്ടാകാം വ്യത്യസ്തങ്ങളായ പേരിൽ.
ഏതാണെങ്കിലും ഐക്യു AI എറൈസ്, AI കട്ടൗട്ട്, അതുപോലെ തന്നെ AI ക്വാളിറ്റി എൻഹാൻസർ, ഇമേജ് എക്സ്പാൻഡർ, ലൈവ് ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ കുറെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പോക്കോയും തന്നെ AI ഇന്റർപ്രറ്റർ, അതുപോലെ തന്നെ AI റെക്കോർഡർ, പിന്നെ നോട്ട് അസിസ്റ്റ്, സർക്കിൾ ടു സെർച്ച് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പോക്കോയുടെ ഗാലറിയിലും ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. ഏതാണെങ്കിലും എയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ രണ്ട് കമ്പനിയും തന്നിട്ടുണ്ട്. പിന്നെ ഐക്യു ആണെങ്കിലും പോക്കോ ആണെങ്കിലും ഈ രണ്ട് ഫോണുകളെയും ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഫോണിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമിംഗ് മോഡ്സ് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഗെയിമിങ്ങിന് ഹെൽപ്ഫുൾ ആയ സമാനമായ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, എക്സ്ട്രാ വന്ന ഫീച്ചേഴ്സ് കൂടി നോക്കുകയാണെങ്കിൽ Wi-Fi 7 രണ്ട് ഫോണുകളിൽ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് 6 ആണ് പിന്നെ പോക്കോ F7 വന്നിട്ടുള്ളത്. ഐക്യു നിയോ 10 നമുക്ക് ബ്ലൂടൂത്ത് 5.4 ആണ് വന്നിട്ടുള്ളത്. പിന്നെ IR ബ്ലാസ്റ്റർ, NFC ഒക്കെ രണ്ട് ഫോണുകളിലും വന്നിട്ടുണ്ട്. അതുപോലെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ രണ്ട് ഫോണുകളിലും വന്നിട്ടുണ്ട്. പിന്നെ പോക്കോയിൽ നമുക്ക് എക്സ്ട്രാ ഡോൾബി അറ്റ്മോസും ഡോൾബി വിഷനും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് റിവ്യൂസ് നോക്കിയിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊക്കെ പോക്കോ F7 വന്നിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഞാൻ കണ്ടത് അങ്ങനെയല്ല. ഐക്യു നിയോ 10 സ്പീക്കറിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഐക്യുവിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും കളേഴ്സ് ഒക്കെ ഒന്നും കൂടി എടുത്ത് കാണിക്കുന്ന പോലെ, കുറച്ചും കൂടി നന്നായി കാണിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ 100% തീർച്ചപ്പെടുത്തി പറയൂല. കാരണം ഇത് നമുക്ക് ഫോൺ കയ്യിൽ കിട്ടിയിട്ട് റിയൽ ആയിട്ട് എക്സ്പീരിയൻസിബിൾ ആണ്, കൃത്യമായിട്ട് ബോധ്യപ്പെടുള്ളൂ. അപ്പൊ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ട് ഫോണുകളുടെയും ഓരോ സെക്ഷനും തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഇവ രണ്ടിന്റെയും ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ആകെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, അതായത് ഈ രണ്ട് ഫോണുകളിൽ നിന്നുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഏതാന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഈ രണ്ട് ഫോണുകളുടെ പ്രൈസ് ഒന്ന് പരിഗണിക്കാം, എന്നാലും അതൊരു കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പൊ ഇനി പോക്കോ F7 എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് വിത്ത് 2000 ഓഫർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് 29,999 രൂപയാണ്, അതായത് 30,000 രൂപ. ഐക്യു നിയോ 10 പോകുമ്പോൾ നമുക്ക് സെയിം വേരിയന്റ് എടുക്കാം 12 + 256. അപ്പോൾ നമുക്ക് പ്രൈസ് വരുന്നത് 33,999 രൂപയാണ്, അതായത് 34,000 രൂപ. അപ്പൊ ഏകദേശം ഒരു 4,000 രൂപയുടെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇനി ഒരു 4,000 രൂപക്ക് നമുക്ക് ഐക്യുവിൽ എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താ? ഒന്ന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1, അതുപോലെ തന്നെ 144 Hz ഡിസ്പ്ലേ. ഇത് രണ്ടുമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐക്യു വിവോ ഫോണുകളിൽ മാത്രം വരുന്ന ഒരു ചിപ്പാണിത്. ബാക്കിയുള്ള കമ്പനീസ് ഒക്കെ ഈ ചിപ്പ് ഇല്ലാതെയാണ് ഫോൺ ഇറക്കുന്നത്. അപ്പോൾ അത് അത്ര വലിയൊരു ഇഷ്യൂ ഒന്നല്ല. ഇനി 144 Hz റീഫ്രഷ് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിലോ, 144 Hz നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ഈ റീഫ്രഷ് റേറ്റിന്റെ കാര്യത്തിൽ ഒരു മെഷർമെന്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ 120 ആണ്. അതായത് 120 ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ ആണ്. അപ്പൊ ഈ 120 നമ്മുടെ പോക്കോ F7 വന്നിട്ടുണ്ട്. 120 144 Hz നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മാത്രമല്ല 144 Hz ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷെ 120 ആയതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ Qualcomm Snapdragon 8s Gen 4 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഒക്കെ ഉള്ള ഒരു ഫോണാണ് തരുന്നതെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് പോക്കോ F7 എടുക്കാം. നിങ്ങൾക്ക് പോക്കോ എന്ന കമ്പനി ഓക്കെ ആണെങ്കിൽ, കാരണം പോക്കോ കമ്പനിക്കാർ പ്രശ്നമുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, പോക്കോ എന്ന കമ്പനിക്കും അറിയാം. കാരണം ഈ ഫോണിന്റെ ഫസ്റ്റ് സെയിലിൽ പോക്കോ എക്സ്ട്രാ 1 year വാറന്റി എക്സ്റ്റൻഷനും അതുപോലെ തന്നെ 1 year സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നിരുന്നു. അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ടാണ്, വാങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണെങ്കിലും 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F7 വെല്ലാൻ വേറെ ഫോണൊന്നുമില്ല. ഇനി മറിച്ച് നിങ്ങൾക്ക് പോക്കോ എന്ന കമ്പനി ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐക്യു നിയോ 10 പോകാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നേരത്തെ ഐക്യു നിയോ 10 പറഞ്ഞ എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. മാത്രമല്ല അവിടെ 12 GB ചോട് ഒരു 8 GB + 256 GB കൂടി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് കുറയും. പിന്നെ 128 GB ഒരിക്കലും എടുക്കരുത്, UFS 3.1 ആണ് വരുന്നത്. മിനിമം 256 GB എടുക്കുക, എന്നാലേ UFS 4.1 ലഭിക്കുള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.